ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. 41-ാമത്തെ സൂത്രം. ആകാശോ അർത്ഥാന്തരത്വാദി വ്യപദേശാത്. ഇത് ഛാന്തോഗ്യോപനിഷത്തിനകത്തെ ഒരു മന്ത്രമുണ്ട്. ആകാശോ വൈ നാമരൂപയോർ നിർവഹിതാഹ തേ ഏതന്തര തദ്ബ്രഹ്മ തദമൃതം സാത്മ. ഈ മന്ത്രത്തെ എടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ആകാശ അർത്ഥാന്തരത്വാദി വ്യപദേശ. ആകാശ, ഈ ആകാശ ഇവിടെ ഈ മന്ത്രത്തിലുള്ള ഛാന്തോഗ്യോപനിഷത്തിലെ ഈ മന്ത്രത്തിലുള്ള ആകാശോ വൈ നാമരൂപയോർ നിർവഹിതാഹ, ആകാശം തന്നെ നാമരൂപയോഹോ നാമരൂപങ്ങളെ നിർവഹിതാഹ നിർവഹിച്ചത്, സൃഷ്ടിച്ചതെന്നർത്ഥം. തേ യദന്തര തദ്ബ്രഹ്മ. യേ തേ യദന്തര, ഇതിൽ നിന്നും അന്യമായിട്ട് വേർപിരിഞ്ഞതായിട്ട് യാതൊന്നുണ്ടോ. തദ്ബ്രഹ്മ, അത് ബ്രഹ്മമാകുന്നു. തദമൃതം, നാമരൂപങ്ങളിൽ നിന്ന് വേറിട്ടതായിട്ട് യാതൊന്നുണ്ടോ അത് ബ്രഹ്മമാകുന്നു. തദമൃതം, അത് അമൃതമാകുന്നു. സ ആത്മ, അത് ആത്മ. അപ്പം ഇവിടെ നമുക്ക് കാണാം, ആകാശോ വൈ നാമരൂപയോർ നിർവഹിത. ആകാശമാണ് നാമരൂപങ്ങളെ സൃഷ്ടിച്ചതെന്നും നാമരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യാതൊന്നുണ്ടോ അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിനെ അമൃതം എന്ന് ആത്മാ എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് കാണാം, ഈ ആകാശം ബ്രഹ്മ, ഈ രണ്ട് ശബ്ദങ്ങളുണ്ട്. ഇതിൽ ആകാശത്തിൽ നിന്ന് നാമരൂപങ്ങളുണ്ടായി, പിന്നീട് ഈ ആകാശത്തിൽ നിന്ന് നാമരൂപങ്ങളിൽ നിന്ന് അന്യമായിട്ടുള്ളതിനെ ബ്രഹ്മമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തിനെ തന്നെയല്ലേ ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ആകാശത്തെ തന്നെ ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുകയാണോ, ബ്രഹ്മത്തിനെ ആകാശമായി, ഈ മാതിരി ബ്രഹ്മത്തിനെയാണോ ആകാശം എന്ന് പറഞ്ഞ് മറ്റൊരു പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം എന്നുള്ളതാണ് ഇവിടുത്തെ നമുക്കിനി കാണേണ്ടത്. അപ്പോൾ ഒന്നാമത് നമ്മൾ നോക്കേണ്ടത്, ഈ ആകാശം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന പഞ്ചഭൂതങ്ങളിലെ ഒന്നായിട്ടുള്ള ആകാശമാണോ. അപ്പോൾ അവകാശപ്രദാതൃത്വാത് ആകാശ, ഇതാണ് നമുക്ക് അവകാശം നൽകുന്നത്, ഇരിക്കാൻ ഇരിപ്പിടം നൽകുന്നതിനെ ആകാശം എന്ന് പറയുന്നത്. ഇതാണ് ആകാശത്തിൻ്റെ ജനറൽ ഒരു ഡെഫിനേഷൻ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആസമന്താത് കാശത്തെ പ്രകാശത്തെ, പ്രകാശിച്ചുകൊണ്ട് പ്രകാശിച്ച് നിൽക്കുന്നത്, ഉള്ളതായിട്ട് നിൽക്കുന്നതെന്നർത്ഥം. ഇവിടെ പ്രകാശത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതായിട്ട് നിൽക്കുന്നതെന്ന് പറയേണ്ട അർത്ഥമുള്ളൂ. അപ്പോൾ സദ്ഭാവം ഉള്ളതായിട്ട് യാതൊന്നുണ്ടോ അതിനെ ആസമന്താത് കാശത്തെ പ്രകാശത്തെ, കാശത്തെ എന്ന് പറഞ്ഞാൽ പ്രകാശിച്ച് നിൽക്കുന്നത്, നന്നായിട്ട് പ്രകാശിച്ച് നിൽക്കുന്നതിന് ആകാശം എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ഈ ജഡപ്രകാശത്തിൻ്റെ ദൃഷ്ടിയിലെടുക്കരുത്. അതുകൊണ്ട് നമുക്ക് ഉള്ളതായിട്ട് എപ്പോഴും നമുക്ക് ഉള്ളത് എന്ന് പറയാൻ സാധിക്കുന്ന ഒന്ന് ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എങ്കിൽ അത് ആകാശം മാത്രമാണ്. അപ്പോൾ ആകാശം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇവിടെ നമുക്ക് ഈ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് വിധേയമായിട്ട് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പക്ഷെ ആകാശത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പറയാം ഗ്രഹങ്ങളുടെ ഉത്പത്തി, അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ ഉത്പത്തി, പിന്നെ അല്ലെങ്കിൽ ആ ഭൂമിയുടെ ഉത്പത്തി, ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെ ഉത്പത്തി, ഇതെല്ലാം ഉത്പത്തി, പിന്നെ അതിൻ്റെ വിനാശവും കൂടെ കാണുന്നുണ്ട്. പക്ഷെ ആകാശത്തിൻ്റെ ഉത്പത്തിയോ വിനാശമോ നമുക്ക് ഒരിടത്തും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇതാണ് അനുമാന വിഷയം പോലും ആയിട്ട് നമ്മൾ എടുക്കാൻ സാധ്യമല്ല. പിന്നെ അതിന് അല്പമായിട്ടുള്ള ഒന്നും തന്നെ ഇതിനകത്ത്, ഇപ്പം ഘടാകാശത്തിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശനഷ്ടമാവുന്നില്ലല്ലോ. ഘടനഷ്ടേ ഘടസ്യ അന്തർഗതസ്യ ആകാശസ്യ അഭി നഷ്ട, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാമെന്നുള്ളതല്ലാണ്ട് ഈ ഘടാകാശം പോയാൽ അതുകൊണ്ട് ആകാശനാശം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇത്രയേ ഉള്ളൂ. കൽപ്പിത ഘടാകാശം പോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഒരു കൽപ്പനയായിരുന്നു.
ഘടാകാശം എന്ന് പറഞ്ഞാൽ ഈ ഘടത്തിനുള്ളിലെ ആകാശം. ഇത്രയൊക്കെ നമുക്ക് അതുകൊണ്ട് ആകാശം അതുകൊണ്ട് നമുക്കൊരു ചർച്ചാ വിഷയമായിട്ട് തന്നെ എടുക്കേണ്ടതാണ്. ഇതാണ് ഇവിടുത്തെ സൂത്രത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ശ്രുതിവാക്യത്തിലുള്ള ആകാശ ശബ്ദം ബ്രഹ്മവാചകമായിട്ട് തന്നെ നമ്മൾ എടുക്കണം, ഭൂതാകാശമായിട്ട് എടുക്കരുത് എന്ന്. അപ്പോൾ എന്തുകൊണ്ട് ഭൂതാകാശമായിട്ട് എടുത്തുകൂടാ? ഒന്ന്, നാമരൂപയോർ നിർവഹിതാഹ എന്നുള്ള പ്രയോഗമുണ്ടല്ലോ. നാമരൂപങ്ങളെ സൃഷ്ടിച്ചത് ആകാശമാണ് എന്ന് പറയുമ്പോൾ ആകാശം ഭൂതാകാശമാണ് എങ്കിൽ ഭൂതാകാശവും നാമരൂപങ്ങളിൽപ്പെട്ടത് തന്നെയാണ് എന്ന്. അതുകൊണ്ട് ഇവിടെ നാമരൂപ ഭിന്നമായിട്ടുള്ള ആകാശത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാമരൂപ ഭിന്നമായിട്ടുള്ളതെന്ന് പറയുന്നത് ബ്രഹ്മം മാത്രമാണ്. അപ്പോൾ അതാണ് ഈ നമുക്ക് അറിയാം. അതായത് അസ്ഥി, ഭാതി, പ്രിയം, നാമം, രൂപം, ഈ 5 എണ്ണമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അസ്ഥി, ഭാതി, പ്രിയം, പിന്നുള്ളത് നാമം, രൂപം. ഈ അസ്ഥി, ഭാതി, പ്രിയ ബ്രഹ്മത്തിൻ്റെതാണ്, പിന്നുള്ളത് നാമരൂപങ്ങളെയാണ്. അതുകൊണ്ട് ആകാശത്തിൽ നിന്നാണ് നാമരൂപങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആകാശം അസ്ഥിഭാതിപ്രിയ ആയിട്ടുള്ള ആകാശമാണ് എടുക്കേണ്ടത്. അസ്ഥിഭാതിപ്രിയമായിട്ടുള്ള ആകാശം എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മം തന്നെയാണ്, ഭൂതാകാശം അല്ല എന്നെടുക്കണം. ഇനി ഭൂതാകാശമല്ല, ഇനി വേറെ ഏതെങ്കിലും സൂക്ഷ്മാകാശമായിട്ടോ അതല്ലെങ്കിൽ ചിതാകാശമായിട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ടുള്ള ഒരു ആകാശമല്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് അവിടെ കാണാം. ബ്രഹ്മത്തെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ സൂത്രത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതെന്തിനാണ് ഇങ്ങനത്തെ ഒരു ചർച്ചാ വിഷയം എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് സംശയം ഉണ്ടാവാം. കാരണം ഇതിനകത്ത് ഈ പ്രപഞ്ചോത്പത്തി, പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത് ഒരു വലിയ സമസ്യയാണ്. ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതിന്, അപ്പോൾ ആകാശത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്, ആകാശത്തിലാണ് എല്ലാം ഉണ്ടായത് എന്ന് പറയുന്നത് നമുക്ക് അനുമാന സിദ്ധമായിട്ട് നമുക്ക് ഈസി ആയിട്ട് കിട്ടുക. അല്ല, ആകാശത്തിൽ നിന്നാണ് ഉണ്ടായത് നമുക്ക് പറഞ്ഞു പോകാം. പക്ഷേ ആകാശവും കൂടി ഉണ്ടായത് ബ്രഹ്മത്തിൽ നിന്നാണ് എന്ന് പറയുന്ന ആ ബ്രഹ്മം എന്ന് പറയുന്നത് നമുക്ക് അനുമാന വിഷയവുമല്ല, പ്രത്യക്ഷ വിഷയവുമല്ല. പിന്നെ ഒരു വേദവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് മറ്റൊരു തരത്തിലും ബ്രഹ്മസിദ്ധി ഉണ്ടാവുന്നില്ല. ആകാശം നമുക്ക് പ്രത്യക്ഷ വിഷയമാണ്. ആകാശം അതായത് പഞ്ചേന്ദ്രിയ വിഷയമായിട്ടുള്ളതാണ് ആകാശം എന്ന് പറയുന്നത്, കാരണം പഞ്ചഭൂതമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആകാശം, അറിയപ്പെടുന്ന ആകാശം ഈ സൃഷ്ടിക്ക് ഹേതുവായിട്ട് നമ്മൾ എടുത്തു പോകും. അത് വരാതിരിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മം തന്നെയാണ് ആകാശം ശബ്ദത്തിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഈ സൂത്രത്തിൻ്റെ അർത്ഥം. അനേന ജീവേന ആത്മന അനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണി എന്ന് നമുക്ക് ഛാന്തോഗ്യ ഉപനിഷത്തിനകത്ത് 6:3-2 കാണാം. അനേന ജീവേന, ജീവനായിട്ട്, അനുപ്രവിശ്യ ഇതിലേക്ക് പ്രവേശിച്ചിട്ട്, നാമരൂപേ വ്യാകരവാണി നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുന്നു എന്ന്. അപ്പം ജീവാത്മാവായിട്ട്, അപ്പം ബ്രഹ്മം തന്നെ ജീവാത്മാവായിട്ട് പ്രവേശിച്ച് നാമരൂപങ്ങളെ പ്രകാശിപ്പിച്ചു. അപ്പോൾ അതിനകത്ത് നമുക്കൊരു കാര്യം കാണാം. അതായത് നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കണമെങ്കിൽ ജീവാത്മാ ഉണ്ടാവണം. ജീവാത്മാ ഉണ്ടാവണമെങ്കിൽ ജീവാത്മാ നാമരൂപങ്ങൾ പോലെ ഉണ്ടാക്കപ്പെട്ട ഒന്നല്ല, ബ്രഹ്മം തന്നെ ജീവാത്മാവായിട്ട് പ്രവേശിച്ചതാണ്. അതുകൊണ്ടാണ് അനേന ജീവേന ആ ഒരു പ്രയോഗം, ഈ ജീവനാൽ എന്നുള്ളത്. അപ്പം ജീവേന വ്യാകരവാണി എന്നുള്ള ഈ നാമരൂപയെ വ്യാകരവാണി, നാമരൂപങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിൽ, വിന്യസിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ജീവൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമുക്കിവിടെ പറയുക സാധ്യമല്ല. ജീവനായിട്ട് ബ്രഹ്മമാണ് പ്രകടമായത് എന്ന്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം, അത് പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത് ജീവസൃഷ്ടി അല്ല എന്ന്. അപ്പോൾ ജീവൻ സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല, അതേസമയം പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിലാണല്ലോ ജീവൻ, അതുകൊണ്ട് ആ ജീവനും അതിൽ സൃഷ്ടിയുടെ ഭാഗമായിട്ട് എടുത്തുകൂടെയെന്ന്. ജീവി അല്ല ജീവൻ, രണ്ടായിട്ട് തന്നെ എടുക്കണം. ജീവി എന്ന് പറയുന്നത് സ്ഥൂല ശരീര, സൂക്ഷ്മ ശരീര, കാരണ ശരീരത്തോടു കൂടിയവൻ ആണ് ജീവി എന്ന് പറയുന്നത്, ജീവിക്കുന്നവൻ എന്ന് പറയുന്നത്.
പക്ഷെ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേതനയാണ്, കേവല ചേതനയാണ്. ആ ചേതന എന്ന് പറയുന്നത് അത് ഈ സ്ഥൂല ശരീര, സൂക്ഷ്മ ശരീര, കാരണശരീര ഭിന്നമായിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച എടുക്കുന്നത്. ആ സ്ഥൂല ശരീര, സൂക്ഷ്മ ശരീര, കാരണശരീര ഭിന്നത്വം ജീവന് കൊടുത്തു കഴിഞ്ഞാൽ, ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റും? അതൊന്നും പറ്റാനില്ല. ചേതനയ്ക്ക് സോപാധികവും നിരുപാധികവുമായിട്ടുള്ള ദൃഷ്ടിയുണ്ട്. അതിൽ ചേതന സോപാധിക ചേതനയാകുമ്പോൾ അതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. നിരുപാധിക ചേതനയാണെന്നുണ്ടെങ്കിൽ അത് ഉപാധി എന്ന് പറയുന്നതാണ് ഈ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. നിരുപാധിക ചേതനയാണെങ്കിൽ അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വേറൊന്നും വേണ്ട, ജീവനിൽ നിന്ന് സ്ഥൂല ശരീര, സൂക്ഷ്മ ശരീര, കാരണശരീരങ്ങളെ നിഷേധിച്ചാൽ അവിടെ നമുക്ക് ശരീരത്രയാതീത ചേതന നമുക്ക് കിട്ടും. അപ്പോൾ ശരീരത്രയാതീതമായിട്ട് ഏതൊരു ചേതനയുണ്ടോ അത് ബ്രഹ്മമാണ്. അപ്പോൾ അവിടെ ഒരു സംശയം ഉണ്ടാവാം. ശരീരത്രയാതീതമായിട്ട് ചേതന എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അജ്ഞാനത്തോടു കൂടിയ ജീവനെ തന്നെയല്ലേ അവിടെയും കിട്ടുക? അവിടെ പിന്നെ ബ്രഹ്മത്തെ എങ്ങനെ കിട്ടുമെന്ന് അതെന്ന് പറയാൻ, ഈ കാരണശരീരത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ കാരണശരീരം തന്നെയാണ് ഈ അജ്ഞാനം എന്ന് പറയുന്നത്. അതായത് കാരണശരീരത്തിന് ഉപരിയായിട്ടൊരു അജ്ഞാനം എന്ന് പറയുന്നത് വേറെ ഇല്ല. നമ്മൾ തന്നെ കാരണശരീരത്തിലെത്തി ഇനിയിപ്പോൾ അവിടുന്ന് പിന്നെ അതിന് മുകളിലോട്ടൊരു അജ്ഞാനം എന്ന് പറയുന്നത്. കാരണശരീരം തന്നെ എന്താണ്? അവ്യക്തമാണ്. അതിന് മറ്റൊരു പേരാണ് അവ്യക്തം. അപ്പം കാരണശരീരം അവ്യക്തമാണ്. ഈ അവ്യക്തത്തിനെ കടന്നിട്ട് മറ്റൊരു അവ്യക്തം, പിന്നെ കാരണശരീരത്തിൻ്റെ എല്ലാ നിർവചനങ്ങളും ഉണ്ടല്ലോ. എന്തായിരുന്നു? അനാദിയാണ്, അനന്തമാണ്, അവ്യക്തമാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് മുഴുവനും അവിടെയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരനാദിയാണ് കാരണശരീരം എന്ന് പറഞ്ഞ ശേഷം പിന്നീട് അതിനപ്പുറത്തേക്ക് നമുക്ക് കടക്കുക സാധ്യമല്ല. പിന്നെ അതുകൊണ്ടാണ് ഈ കാരണശരീരത്തിലേക്ക് എപ്പോഴാണോ ഈ ജീവൻ പ്രവേശിക്കുന്നത് അപ്പോൾ അവൻ സുഷുപ്തയിലേക്ക് പ്രവേശിച്ചു എന്ന്. അവിടെ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലബോധവുമില്ല, ദേശബോധവുമില്ല. കാലദേശവും ബോധവും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ചുള്ള ബോധവുമില്ല. അവൻ്റെ വ്യക്തിത്വങ്ങളെല്ലാം പിന്നെ അവിടെ അവസാനിച്ചു എന്നുള്ളത്. എന്ന് മാത്രമല്ല, ബൃഹദാരണ്യത്തിലും ചാന്തോക്യത്തിലും ഒക്കെ പലയിടത്തും നമുക്ക് കാണാം, അവൻ പ്രവേശിക്കുന്നതിന് മുമ്പ് അവൻ ആരൊക്കെയോ ആയിരുന്നു. പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ആരുമല്ലാണ്ടായി. അവൻ പിന്നെ ബ്രഹ്മമായി. സദാസമ്പന്ന ഭവതി എന്നാണ്. അതൊരു ഉറുമ്പ് പ്രവേശിച്ചാലും ശരി, ഒരു ആനവന് പ്രവേശിച്ചാലും ശരി, ഒരു രാജാവ് പ്രവേശിച്ചാലും ശരി, ഒരു ഭിക്ഷു പ്രവേശിച്ചാലും ഭിക്ഷക അഭി എന്നുള്ളത്, ഇനി ഭിക്ഷക്കാരൻ പ്രവേശിച്ചാലും ശരി. ഭിക്ഷുവും ഭിക്ഷക്കാരൻ എന്ന് പറയുന്നത് പണ്ട് പ്രയോഗത്തിലൊന്നായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ടായി. അപ്പോൾ അവിടെ എല്ലാവരും ഒരുപോലെയാണെന്ന്. അതായത് ഒരു സന്യാസി, ബ്രഹ്മജ്ഞാനി അതിലേക്ക് പ്രവേശിച്ചാലും സുഷുപ്തിയിലേക്ക് പ്രവേശിച്ചാലും ഒരു അജ്ഞാനി ഈ സുഷുപ്തിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും ഒരുപോലെയാണെന്ന്. അല്ലാതെ അതിനകത്ത് ബ്രഹ്മജ്ഞാനി സുഷുപ്തിയിൽ പോയിട്ട് ബ്രഹ്മജ്ഞാനി അമിത സുഖസ്വരൂപനായിട്ട് വർത്തിക്കുകയും ഈ അജ്ഞാനി സുഷുപ്തിയിലേക്ക് പോയിട്ട് അല്പസുഖയായിട്ട് വർത്തിക്കുക, അങ്ങനെയൊന്നുമില്ല. അവിടെ സുഷുപ്തിയിലേക്ക് ഏതൊരുവൻ പ്രവേശിക്കുന്നുവോ അവൻ പിന്നെ അതിനകത്ത് ഭേദങ്ങളൊന്നുമില്ല. ഭേദമുണ്ടെങ്കിൽ അവിടെയും ഈ മാതിരി അജ്ഞാനി ഭേദമുണ്ടെങ്കിൽ എന്ത് പിന്നെ പറയാനാ? അത് ചില ആൾക്കാർ അതും പറഞ്ഞ് നടക്കുന്നുണ്ട്. സുഷുപ്തിയിൽ ബ്രഹ്മജ്ഞാനി അവിടെ ബ്രഹ്മത്തിലാണ് ലയിക്കുന്നത്, ബാക്കിയുള്ളവരെല്ലാവരും അജ്ഞാനത്തിലാണ്, അതുകൊണ്ട് സുഷുപ്തി എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനിക്കില്ല, ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുമുണ്ട്. പലതും ഈ എന്താണ്, എല്ലാവർക്കും രണ്ട് വക, എൻ്റെ വക ഇരിക്കട്ടെ രണ്ട് കൊട്ട എന്ന് പറഞ്ഞിട്ട് മാതിരി ഈ കള്ളനെ നാട്ടുകാർ പിടിച്ച് കഴിയുമ്പോൾ വഴി കൂടെ പോകുന്നവൻ വല്ല തള്ളിയിട്ട് പോകുന്നത് പോലെ ഈ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും രണ്ട് വാക്ക്, എൻ്റെ വക ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നതെന്ന് പറഞ്ഞ് രണ്ട് വാക്ക് പറയാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഇതെന്നാണ് ബ്രഹ്മജ്ഞാനിക്ക് സുഷുപ്തിയില്ല എന്ന് പറയുന്ന ആൾക്കാർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പിതമാണ് ജഗത്ത് എന്നും സ്ഥൂലശരീര, സൂക്ഷ്മശരീര, കാരണശരീരങ്ങളെന്നും അറിഞ്ഞുകൊണ്ട് ജ്ഞാനത്താലുള്ള നിഷേധമാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അത് അനുഭവ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ബ്രഹ്മാനുഭൂതി എന്നൊക്കെയുള്ള പ്രയോഗം മാത്രമേ ഉള്ളൂ. അനുഭവത്തിലല്ല അനുഭൂതി കിടക്കുന്നത്, ജ്ഞാനത്തിലാണെന്നുള്ളത്. അതിന് വ്യത്യാസം നമ്മൾ കാണണം. അനുഭവിയാണെങ്കിൽ അത് ജീവാത്മാവിൻ്റെ കർത്തൃത്വം ഭോക്തൃത്വങ്ങളിൽ നിൽക്കുന്നവനാണ് ഈ അനുഭവിക്കാനുള്ളത്. കർത്തൃത്വ ഭോക്തൃത്വ നിഷേധം വന്നു കഴിഞ്ഞാൽ ഭോക്തൃത്വ നിഷേധേ സതി അനുഭവി കഹ എന്ന് ചോദിക്കണം. ഭോക്തൃത്വത്തെ നിഷേധിച്ചാൽ പിന്നെ അനുഭവി എന്ന് പറയാൻ ആളില്ല.
അതുകൊണ്ട് ഈ ബ്രഹ്മസുഖത്തെ അനുഭവിക്കുന്നവൻ പറയുമ്പോൾ ഭോക്തൃത്വ നിഷേധം വരുത്തിയാൽ അനുഭവിയില്ല എന്ന് ഞാൻ എന്നുള്ള ജ്ഞാനം കിട്ടിയവനെ സംബന്ധിച്ചിടത്തോളവും പിന്നീട് അവന് ഞാൻ ബ്രഹ്മസുഖാനുഭവത്തിലായിരുന്നു, ഇപ്പോൾ ഞാൻ വ്യവഹാരത്തിലേക്ക് വന്നു, ഈ മാതിരിയുള്ള പ്രയോഗങ്ങൾ നടത്തത്തില്ല. ഒരാൾക്ക് പറയാം ഞാൻ സമാധിയിലായിരുന്നു, സമാധിയിൽ നിന്ന് തിരിച്ചു വന്നു എന്ന് പറയാം. കാരണം സമാധി ബ്രഹ്മസുഖമാണെന്ന് എവിടെയും പറയുന്നില്ല. സമാധി പലവിധ സമാധികളെക്കുറിച്ച് നമുക്ക് യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്, പല വിധത്തിലുള്ള. പിന്നെ ഈ സമാധികളെക്കുറിച്ച് പറയുമ്പോൾ ഈ പല വിധത്തിലുള്ള സാധനകളെക്കുറിച്ചും സമാധിയെക്കുറിച്ചും യോഗങ്ങളെക്കുറിച്ചും ഒക്കെ ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജനറലൈസ്ഡ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെയും നമുക്ക് ഈ മാതിരിയുള്ള ചർച്ചകൾ തന്നെ വേണ്ടി വരുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് ഹരഹര പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാതിരി ചർച്ചകളൊന്നും ചെയ്യേണ്ടതില്ല. അത് സിമ്പിൾ ഭക്തനാവണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മസൂത്രം ഒന്നും പഠിക്കേണ്ട, നമുക്ക് സ്വാമിയെ ശരണം പറഞ്ഞുകൊണ്ട് അങ്ങ് പോയിക്കൊണ്ടിരുന്നാൽ മതി. അപ്പം നമുക്ക് സുഖമായിട്ട് ജീവിച്ച് സുഖമായിട്ട് മരിക്കാം. അതല്ലല്ലോ ലക്ഷ്യം എന്ന് പറയുന്നത്. സുഖമായിട്ട് ജീവിച്ച് സുഖമായിട്ട് മരിക്കുന്നു, ഇറസ്പോൺസിബിൾ ലൈഫ് എന്നുള്ള ആ തരത്തിൽ വേണമെങ്കിലും പോകാൻ ചെയ്യാൻ. എനിക്കൊന്നും അറിയേണ്ടതില്ല, എനിക്ക് നാമം ജപിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വ്യവഹാര സാമർഥ്യം അവർ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ ഭഗവാൻ സ്മരണയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പം ഭഗവത് സ്മരണയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അവർ ഭക്തന്മാരായി പോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഉപാസകന്മാരാണ്. ഉപാസകന്മാർ ഇവിടെ ബ്രഹ്മവിചാരം ചെയ്യുന്ന ജ്ഞാനികളായിട്ട് നമ്മൾ എടുക്കരുത്. അതുകൊണ്ട് ഉപാസകന്മാരെ കണ്ടുകൂടെ തന്നെ നമസ്കാരം കൊടുത്തിട്ട് അവരിൽ നിന്നെല്ലാം പുണ്യവും കൂടിയിട്ട് നമുക്ക് മേടിച്ചേക്കാം, ഇങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഉപാസകന്മാർ ഉപാസന ചെയ്യുന്നത് പുണ്യം നേടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കിട്ടിയ പുണ്യമെല്ലാം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇതിനകത്തൊന്നും മറ്റൊരാൾ വന്നിട്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുണ്യം ഇങ്ങനെ പോകുന്നതല്ല. അതേമാതിരി നമസ്കരിക്കുന്നവർക്ക് മുഴുവൻ പുണ്യം പോകുന്നു, പിന്നെ ഈ നമസ്കരിക്കാത്തവർക്ക് പാപം പോകുന്നു, ഇങ്ങനെയൊക്കെ ഓരോ പ്രയോഗങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ലാണ്ട് അതിനകത്തൊന്നും വാസ്തവികതയൊന്നും ഇല്ല എന്നുള്ളത്. അവനവൻ്റെ പുണ്യവും പാപവും അവനവൻ തന്നെ അനുഭവിക്കണം എന്നുള്ളത്, അല്ലാതെ ഇതുകൊണ്ട് മറ്റൊരാൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല ഈ പുണ്യവും പാപവും എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ. ശരീരത്തിൽ സ്പർശിച്ചാൽ, ഒരു മഹാത്മാവിൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മജ്ഞാനിയുടെ ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ സ്പർശനത്തിലൂടെ പുണ്യം മുഴുവൻ അങ്ങോട്ട് ഒഴുകുമെന്നും, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം ഒഴുകുമെന്നും ബൃഹ്മസുഖം ഒഴുകുമെന്നും ഒക്കെയുള്ള ഓരോ കഥകളുണ്ടാക്കി വിട്ടിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് അതിനകത്തൊന്നും യാഥാർത്ഥ്യമൊന്നും. ചിലർ അനുഭവമുള്ളവരുണ്ടല്ലോ എന്ന് പറഞ്ഞു വരും. അനുഭവമുള്ളവർ അനുഭവിച്ചോ, അത്രയും നമുക്ക് പറയാനുള്ളൂ. ചിലരടുത്ത് നമുക്ക് വാദിച്ച് ജയിക്കാൻ പറ്റത്തില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ചിലർ 3-4 പേരെ കൊന്നിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ഈയിടെ ഒരു ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിന്നിട്ട് ഞാനെന്താ തെറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നവനടുത്ത് എന്ത് നമ്മൾ പറയാനാ? നല്ല സുഖസുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവൻ ഭക്ഷണവും കഴിച്ചുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നത്. അത് ഒരാളല്ല, മിക്കവാറും കൊലപാതകം ചെയ്തിട്ട് പലരും ഇപ്പം അങ്ങനെയാണ്. ആ തരത്തിൽ നമ്മൾ ന്യൂസ് കാണാറുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് നിങ്ങളെ തെറ്റ് ചെയ്തു നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്ന മാതിരിയാണ്. ചിലരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഈ മാതിരി നമുക്ക് ആധ്യാത്മികതയുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവർ പറയുന്നതാണ് അവർക്ക് ശരി എന്നുള്ളത്. ഈ മാതിരിയുള്ള ഒരു ബുദ്ധി അവർക്കുണ്ട്. നമുക്കതിന് മന്ദബുദ്ധിയെന്നോ സദ്ബുദ്ധിയെന്നോ അസത്ബുദ്ധിയെന്നോ കെട്ടബുദ്ധിയെന്നോ ദൃഢബുദ്ധിയെന്നോ ഒന്നും പറയണ്ട. ഒരു അവരുടെ ബുദ്ധിയിൽ അങ്ങനെയാണ് നിൽക്കുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മളെന്തെങ്കിലും ഒന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അതാണ് ശരിയെന്ന് പറഞ്ഞൊരു തോന്നലുണ്ടല്ലോ, ആ തോന്നൽ ഇവിടെ ഈ ബ്രഹ്മസൂത്ര വിചാരത്തിലൂടെ പോകുന്നു. നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതാണ് ശരിയെന്നുള്ളത് അങ്ങോട്ട് കൊണ്ടു നടക്കുന്ന സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. അങ്ങനെ മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ അഹങ്കാരം കൊണ്ടുണ്ടായ ധാർഷ്ട്യം എന്ന് പറയുന്നത് വളരെ ചെറിയ ലെവലിൽ പോലും അതവിടെ കിടക്കുമെന്നുള്ളതാണ്. ധാർഷ്ട്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നല്ല. ഈ ധാർഷ്ട്യം പ്രകടമാകുന്നത് അപൂർവ സന്ദർഭങ്ങളിൽ, ചിലർക്ക് എത്ര സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ചില സന്ദർഭത്തിൽ ഈ ധാർഷ്ട്യം പുറത്തു വരുമെന്നുള്ളതാണ്.
അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ ബ്രഹ്മസൂത്രത്തിൻ്റെ വിചാരങ്ങൾ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്, അതായത് നമ്മൾ ഈ ധ്യാനത്തിലൂടെ സുഷുപ്തിയിലൂടെ ഒക്കെ ഈ സുഖത്തെ നേടിയ ശേഷം ബ്രഹ്മാവുമേ തനിക്കൊക്ക എന്ന് ചിലർ എന്ന് പറഞ്ഞ രീതിയിൽ ബാധിച്ചിരിക്കുന്ന അഹങ്കാരത്തെ അവർ അറിയാതെ പോകും. അപ്പോൾ അങ്ങനെ അറിയാതെ പോകാതിരിക്കുന്ന അറിയണം. അവർ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളതല്ല എന്ന് അവർ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ചർച്ചകളിവിടെ വേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം സുഷുപ്തിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ആ സുഷുപ്തിയെക്കുറിച്ചുള്ള ഒരടുത്ത സൂത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സുഷുപ്ത്യുത്ക്രാന്ത്യോർഭേതേന. എന്താണ് സുഷുപ്തി, ഉത്ക്രാന്തി, ഈ രണ്ട് വാക്കുകൾ. അപ്പം സുഷുപ്തി എന്ന് പറയുമ്പോൾ നമുക്ക് സുഷുപ്തിയിലേക്ക് പ്രവേശിക്കുക. പിന്നെ ഉത്ക്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോവുക. അതാണ് ഉത്ക്രാമന്തം സ്ഥിതം വ എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ ഭഗവത്ഗീതയിൽ. അപ്പം ഈ വിട്ടുപോവുക, അപ്പം ശരീരം വിട്ടു പോകുന്നതിനെയാണ് ഉത്ക്രമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഉത്ക്രമിക്കുക, അതാണ് ഉത്ക്രാന്തം എന്ന് പറഞ്ഞാൽ വിട്ടുപോയത്. അപ്പം ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന, ഇപ്പം ശരീരത്തിൽ നിന്ന് വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ മരണമാണ്. അതാണ് ശരീരത്തിൽ നിന്ന് മരണസമാനം എന്ന് വേണമെങ്കിൽ കൂട്ടിക്കും. അപ്പോൾ ഇവിടെ സുഷുപ്തിയിലും ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോഴും ഇതാണ് ഈ വാക്ക് സുഷുപ്തി ഉത്ക്രാന്ത്യോഹോ എന്നാണ്. ശരീരം വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ മരണം തന്നെ. മരിക്കുമ്പോഴും ശരീരം സുഷുപ്തിയിലും. ഭേദേന, അപ്പോൾ നമുക്ക് ഭേദേന ഇതി വ്യപദേശാത്, ഈ മുൻ സൂത്രത്തിൽ നിന്ന് വ്യപദേശാത്തും കൂടെ എടുക്കണം. വ്യപദേശം എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കുന്നതിനാൽ എന്ന്. അപ്പോൾ ഇവിടെ ഈ സുഷുപ്തിയിലും ശരീരം വിട്ടുപോകുമ്പോഴും ഭേദത്തോടുകൂടി കാണിച്ചിരിക്കുന്നതിനാൽ എന്നാണ് സൂത്രത്തിൻ്റെ അർത്ഥം. വിട്ടുപോകുമ്പോഴും കാണിച്ചിരിക്കുന്നത് ആരെ, എന്തിനെ കാണിച്ചിരിക്കുന്നു? ജീവനെ ഈശ്വരനിൽ നിന്ന് വേർതിരിച്ച് കാണിച്ചിരിക്കുന്നതായിട്ട് ബൃഹദാരണ്യകത്തിലെ ഒരു മന്ത്രമുണ്ട്. അപ്പം ബൃഹദാരണ്യ ആണ് ഇനിയുള്ള മന്ത്രത്തിലെ ഈ സൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മന്ത്രത്തിലെ ചർച്ചാ വിഷയം. കഥമ ആത്മേതി യോയം വിജ്ഞാനമയ പ്രാണേഷു ഹൃദി അന്തർജ്യോതി പുരുഷ എന്ന്. ഇത് 4:3-7 യാജ്ഞവൽക്യ ജനക സംവാദമുണ്ട്. ഈ യാജ്ഞവൽക്യ ജനക സംവാദത്തിൽ ബൃഹദാരണ്യത്തിൽ അവിടെ ഈ യാജ്ഞവൽക്യ മഹർഷിയോട് ജനകൻ ചോദിക്കുന്നു, ഈ ആത്മജ്ഞാനത്തിനുള്ള ഉപായം ചോദിക്കുകയാണ്. അപ്പോൾ അതിനകത്തു നിന്ന് ഈ ആത്മജ്ഞാനത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ, ഈ ആത്മജ്ഞാനത്തിൻ്റെ വഴികൾ ജനകന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനകത്ത് ഇതാണ് കഥമഹ ആത്മാ ഇതി. ഏതാണ് ആത്മാ എന്ന് ജനകൻ ഇവിടെ ചോദിക്കുന്നു. യോയം വിജ്ഞാനമയ. അപ്പോൾ ഇവിടുത്തെ വിജ്ഞാനമയൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ വിജ്ഞാനമയൻ ആണോ ആത്മാ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിജ്ഞാനമയൻ പ്രാണേഷു ഹൃദി അന്തർജ്യോതി പുരുഷ, ഈ മാതിരിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. യോയം വിജ്ഞാനമയ പ്രാണേഷു. അപ്പോൾ ഈ പ്രാണങ്ങളിൽ യാതൊരുവൻ വിജ്ഞാനമയൻ എന്ന വാക്യം അത് ആരെയാണ് പ്രാണേഷു വിജ്ഞാനമയ. ഇപ്പം പ്രാണങ്ങളിൽ വിജ്ഞാനമയൻ എന്ന പ്രയോഗം ജീവലിംഗ ശബ്ദമാകുന്നു. അത് ജീവനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഇതാണ് ഇതിനകത്ത് നമുക്ക് ഈ ഭാഗത്തിൽ ജനകവൽക്യ സംവാദത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നത്. പിന്നീട് ഇതിൻ്റെ ഈ സംവാദം അവസാനിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാം, സവായേഷ മഹാനജഃ ആത്മാ യോയം വിജ്ഞാനമയ പ്രാണേഷു എന്ന്. പ്രാണങ്ങളിൽ വിജ്ഞാനമയൻ യഹ സവായേഷ മഹാൻ അജഹ, ഇവൻ ജനിക്കാത്തവനാണ്, ഇപ്രകാരം മഹാനാണ്, ജനിക്കാത്തവനാണ്, ഇപ്രകാരം അവിടെ ഉപസംഹരിച്ചിരിക്കുന്നതുമുണ്ട്. അതായത് ഈ ഉപക്രമ ഉപസംഹാരങ്ങൾ ജനക യാജ്ഞവൽക്യ സംവാദത്തിലെ ഉപക്രമ ഉപസംഹാരങ്ങളിൽ ആദ്യവും അവസാനവും ഈ വിജ്ഞാനമയനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു.
അപ്പോൾ ആദ്യം വിജ്ഞാനമയനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നമുക്കറിയുന്ന ജീവനായിട്ടാണ് പരാമർശിച്ചിരിക്കുന്നതെങ്കിലും അവസാനത്തിൽ ഈ വിജ്ഞാനമയനെ പരാമർശിച്ചിരിക്കുന്നിടത്ത് പറഞ്ഞിരിക്കുന്നത് സയേഷ മഹാൻ അജഹ വിജ്ഞാനമയ എന്ന വാക്യം ഉണ്ടല്ലോ. പ്രാണങ്ങളിൽ മഹാനും അജനുമായ വിജ്ഞാനമയൻ യാതൊരുവനാണോ അവൻ തന്നെ ആത്മാ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വിജ്ഞാനമയം എന്നുള്ള വാക്യം നമുക്കിവിടെ തുടർച്ചയായിട്ട് കാണുന്നു. ഈ സംവാദത്തിൻ്റെ ആരംഭം തൊട്ട് അവസാനം വരെയും കാണുന്നു. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇത് ആരാണ് എന്ന് ചോദ്യം. അത് ജീവനാണോ അതോ പരമേശ്വരനാണോ? പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ആത്മാ ആണോ? ഇപ്പം ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഈശ്വരനെന്നും ആത്മാ എന്നും ബ്രഹ്മമെന്നും ഒക്കെ പറയുന്ന ഒരേ അർത്ഥത്തിൽ. അപ്പോൾ ഇത് ജീവഭിന്നമായിട്ടുള്ള ഈശ്വരനാണോ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ദേവനല്ല ഉദ്ദേശിക്കുന്നത്, ആത്മാവാണോ എന്ന്. അപ്പം നമ്മൾ ഈ ആത്മാന്ന് ഇടയ്ക്കിടയ്ക്ക് ആത്മാ എന്ന് പറയുമ്പോൾ ഉടനെ ജീവാത്മാ എന്നുള്ള അർത്ഥത്തിലേക്ക് എടുക്കുക. അങ്ങനെ എടുക്കരുത്. ആത്മാ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജീവകൽപ്പന ഇല്ലാത്തതാണ്. അല്ലെങ്കിൽ ജീവത്വത്തോടു കൂടിയിട്ടാണ് ഈ ആത്മശബ്ദം പരാമർശിക്കുന്നതെങ്കിൽ ജീവാത്മാ എന്ന് നമുക്ക് അവിടെ എടുത്തു പറയാം. അങ്ങനെ ജീവാത്മാ എന്ന് എടുത്തു പറയുകയാണെങ്കിൽ ഇത് സോപാധിക ആത്മാ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിരുപാധിക ആത്മാ, സോപാധിക ആത്മാ. സോപാധിക ആത്മാവാണെങ്കിൽ ജീവാത്മാ എന്ന് പറയുന്നു, നിരുപാധിക ആത്മാവാണെങ്കിൽ പരമാത്മാ എന്ന് പറയുന്നു. പരമാത്മാ എന്ന് പറഞ്ഞാൽ പരം എന്ന് പറഞ്ഞാൽ ജീവാത്പരം എന്നേ അർത്ഥമുള്ളൂ. ജീവനിൽ നിന്നും അതിക്രമിച്ച് നിൽക്കുന്നത് ജീവാത്പരം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർവം പരം എന്നുണ്ടല്ലോ, ആ അർത്ഥത്തിൽ തന്നെ മുമ്പുള്ളത് പിന്നീടുള്ളത്. ജീവനും അപ്പുറത്തുള്ള എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം സോപാധികത്വം നിഷേധിച്ചു കഴിഞ്ഞാൽ സോപാധിക ജീവാത്മ സോപാധികമായിട്ട് കണ്ട ജീവാത്മാ അതിന് അപ്പുറത്തേക്കുള്ള പരത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് പരം, അവിടെ ഏതൊരു ആത്മാവിനെ കാണുന്നോ അതിനെയാണ് പരമാത്മാ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പരമാത്മാവെന്നൊക്കെ കേട്ടിട്ട് വലിയൊരു സങ്കല്പം ഉണ്ടാക്കി വെക്കേണ്ടതല്ലോ. ഇങ്ങനെ സർവ്വലോകങ്ങളും പ്രകാശിക്കുന്ന ഒരു വലിയ പ്രകാശം എന്ന് പറഞ്ഞ രീതിയിൽ അത് ബുദ്ധിയിലാണ് പ്രകാശിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ സങ്കല്പത്തിൽ ഇടിമിന്നൽ പോലൊരു പ്രകാശത്തെ മനസ്സുകൊണ്ട് കാണിക്കുന്നു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലുള്ള കൽപ്പിത പ്രകാശങ്ങളിൽ ആത്മാവിനെ കുടുക്കി വെക്കരുത് എന്ന് സാരം. ഒന്നുമില്ല. നമ്മളിപ്പം ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് പോയാലും അറിയാതെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ സമാധാനത്തോടുകൂടി ഇരിക്കുക എന്നുള്ളത്. നമ്മളുടെ ഈ പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവനും നമ്മൾ അറിയാവുന്ന ഒരുവനായിട്ട്, ആത്മരഹസ്യം അറിയാവുന്ന ഒരുവനായിട്ട്, പരമാത്മരഹസ്യം അറിയാവുന്ന ഒരുവനായിട്ട്, ദേവതാരഹസ്യം അറിയാവുന്ന ഒരുവനായിട്ട്, പിന്നെ ജീവന്മാരുടെ ഗതിവിഗതികൾ അറിയാവുന്നവനായിട്ട്, ഇത്രയേ ഉള്ളൂ എന്നുള്ളത് അറിയാവുന്നവനായിട്ട്, നേട്ടങ്ങളും ലാഭങ്ങളും നഷ്ടവും ഇത്രയേ ഉള്ളൂ എന്നും ഇത് പ്രയത്നിച്ചുകൊണ്ടിരുന്നാലും പ്രയത്നിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു നേടാൻ പറ്റുന്നതെന്നും ഒക്കെയുള്ള നമ്മളൊരു ഒരു എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു പക്വതയിലേക്ക് എത്തും എന്നുള്ളതാണ്. അതാണ് ആധ്യാത്മികതയിലൂടെ നമ്മൾ നേടുന്നത് ഒരു പക്വതയാണ്. പക്വതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിയാടുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ പക്വതയും വെച്ചുകൊണ്ട് രാജഭരണത്തിന് പോകരുത്. രാജഭരണത്തിന് പോയി കഴിഞ്ഞാൽ അവർക്ക് ദേശരക്ഷ വളരെ പ്രയാസകരമായിട്ട് വരും. പിന്നെ അന്നേരം ഇത് ജനകന് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകൻ്റെ ഒരിക്കൽ ജനകൻ അങ്ങനെ ആത്മവിചാരത്തിലിരിക്കുന്ന സമയത്ത് ഈ രാജഭടന്മാർ ഓടി വന്നിട്ട് പറഞ്ഞു, രാജാവേ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം കത്തുന്നു എന്ന് പറഞ്ഞു. അപ്പം ജനകൻ ചിന്തിച്ചു, കൊട്ടാരം അനാത്മാവാണ്, അഹമാത്മാ, ഞാനല്ലല്ലോ കത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജനകരിക്കുന്നു എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് രാജ്യം ഭരിക്കുന്നവർക്ക് അത്ര പറ്റിയതല്ല. സമാധാനമായിട്ട് ഉത്തരവാദിത്വങ്ങളില്ലാതിരിക്കുന്നവർക്ക് വേദാന്തം പറ്റുമെന്ന് സാരം. ഉത്തരവാദിത്വം ഉള്ളപ്പോൾ അത് മറ്റുള്ളവരുടെ ജീവനും പ്രാണനും ധനവും ഒക്കെ രക്ഷിക്കാൻ ബാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വേദാന്ത വിചാരത്തിൽ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കരുത്. പകരം നമ്മളതിന് ജയ് ഭവാനി, കാലഭൈരവ, ജയ് കാലഭൈരവ, ജയ് ആഞ്ജനേയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീര രസത്തെ പ്രാപിച്ചുകൊണ്ട് ശത്രു സംഹാരത്തിന് തയ്യാറെടുത്തിരിക്കുന്ന ഒരുവന് മാത്രമേ
രാജ്യഭരണത്തിന് യോഗ്യതയുള്ളൂ എന്ന്. ശത്രു, അതായത് ജനങ്ങളുടെ ശത്രുവാണ്, അല്ലാതെ രാജാവിൻ്റെ പേഴ്സണൽ ശത്രു എന്നുള്ളതല്ല ഇവിടുത്തെ ശത്രു. അത് ജനങ്ങളുടെ സ്വത്തിനും പ്രാണനും നശിപ്പിക്കാൻ വരുന്നവരുടെ അടുത്ത് എന്താണ് അനാത്മാവല്ലേ നശിക്കുന്നത്, ആത്മാവല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുവൻ ഭരിക്കാൻ അയോഗ്യനായിട്ടുള്ളതാണ്. അവരുടെ സ്വത്തും അന്യരുടെ സ്വത്തും തന്നെ, അന്യരല്ലല്ലോ, പ്രജകളാണല്ലോ. പ്രജകളെന്ന് പറഞ്ഞാൽ രാജാവിൻ്റെയാണ്. പ്രജ എന്ന് പറഞ്ഞാൽ പുത്രൻ എന്ന അർത്ഥമല്ല, അത് മറ്റൊന്നുമല്ല. പ്രജകൾ മമ പ്രജ എന്നല്ല, പ്രജ എന്താണ് ശതായുഷ പുത്ര പൗത്രാൻ എന്നൊക്കെയുള്ള പ്രയോഗത്തിൽ അവരൊക്കെയാണ് ഈ പ്രജകളെന്ന് പറയുന്നത്. സ്വന്തം സ്വജനങ്ങൾ രാജാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും രാജാവിനതുകൊണ്ട് സർവരുടെയും പിതാവാണ്. രാജ്യത്തിൻ്റെ പിതൃസ്ഥാനമാണ് അത്. ഈ ദേവന്മാരുടെ അതായത് ക്ഷേത്രങ്ങളിലിരിക്കുന്ന ദേവന്മാർ എന്ന് പറയാം, ക്ഷേത്രങ്ങളിലിരിക്കുന്ന ദേവന്മാരുടെ പിതൃസ്ഥാനം നമുക്ക് തന്ത്രിമാർക്കുള്ളത് മാതിരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രി ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ പുത്രന്മാരുടെ സ്ഥാനമാണ് ഈ ക്ഷേത്രങ്ങളിലിരിക്കുന്ന ദേവതമാർക്കുള്ള, ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിലിരിക്കുന്ന ദേവതമാർക്കുള്ള മനുഷ്യപുത്രന്മാർ എന്നാരെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടു വട്ടം ആലോചിച്ച് നോക്കിക്കഴിയുമ്പോൾ അവർ പറഞ്ഞതിനകത്തൊരു കാര്യമില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ നമ്മൾ അതങ്ങനെയുള്ളതൊന്നും ഗൗരവമായിട്ട് എടുക്കേണ്ടതില്ല. കാരണം മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുത്രനല്ലല്ലോ, സങ്കല്പമാണല്ലോ. അവിടെ ദേവതാ സങ്കല്പത്തിലൂടെ. പക്ഷെ തന്ത്രിക്ക് പിതൃസ്ഥാനമാണ് എന്ന്. അല്ലാതെ തന്ത്രിക്ക് പൂജ ചെയ്യുന്ന വ്യക്തിയുടെ സ്ഥാനമല്ല, അല്ലെങ്കിൽ ഉപാസകൻ്റെ സ്ഥാനമല്ല എന്നുള്ളത് അത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെ നല്ല ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി. തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷ്ഠ നടത്തിയ ആളുടെ പാരമ്പര്യത്തിലുള്ള ആൾ. ക്ഷേത്ര പ്രതിഷ്ഠ ഒരു വ്യക്തി നടത്തിയല്ലോ. ക്ഷേത്ര പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തെ ഒരു പ്രതിഷ്ഠിച്ചുവല്ലോ. ആ പ്രതിഷ്ഠിച്ച വ്യക്തിക്ക് പിതൃസ്ഥാനമാണെന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ ഇത്രയേ ഉള്ളൂ സംഭവം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് വിഗ്രഹം നമ്മൾ ഈ ഇളക്കി മാറ്റി മറ്റിടത്ത് പ്രതിഷ്ഠിക്കാൻ പറ്റുന്നത്. പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് ഇളക്കി മാറ്റി മറ്റിടത്ത് പ്രതിഷ്ഠിക്കാൻ പറ്റിയെന്നത്. ആവാഹിച്ചിരുത്തിയത് കൊണ്ടാണ് നമുക്ക് അവിടുന്ന് ആവാഹിച്ചിരുത്തിയില്ലേ ഇനിയിപ്പം നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു വിടാനും പറ്റുന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ ആവാഹിച്ച് മറ്റൊരിടത്തോട്ട് ഇരുത്താവുന്നത്. ഒരിടത്തേക്ക് ഇരുത്തി കഴിഞ്ഞാൽ അവിടുന്ന് മറ്റൊരിടത്തേക്ക് ഇരുത്താം. ഇനി നമുക്ക് ഇരുത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു വിടാം എന്നുള്ളത് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അല്ലെങ്കിൽ മറ്റൊരിടത്ത് എടുത്തുകൊണ്ട് പോകാൻ പറയാം. ഇങ്ങനെ മറ്റൊരിടത്ത് എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്താ മണ്ണാറശാല എന്നൊക്കെ ആൾക്കാരെ വരുത്തി ഇവിടെയുള്ള സർപ്പത്തിനെ ആവാഹിച്ച് കൊണ്ടുപോകാൻ പറയുന്നത്. ഇങ്ങനെ പല പ്രയോഗങ്ങളുണ്ടല്ലോ. ഇങ്ങനെ ആവാഹിച്ച് ചന്ദനമുട്ടിയിൽ ആവാഹിച്ച് കൊണ്ടുപോകുന്നു. പിന്നെ പല രീതിയിലുണ്ട്, പല പരിപാടികളുണ്ട്. അതൊക്കെ ഒരു വശത്ത് ഈ സംസാരത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ വശത്ത് ഓരോരുത്തർ നടത്തിക്കൊണ്ടിരിക്കും. നമ്മളിതിനകത്ത് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം സംസാരത്തിൻ്റെ വ്യാപ്തി എന്താണെന്നുള്ളത് നമുക്ക് ഒരു പിടുത്തവുമില്ല ഇതിനകത്ത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ അവർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരതുകൊണ്ട് നടക്കട്ടെ, നമ്മളതിനകത്ത് ബോധർ ചെയ്യേണ്ട. നമ്മൾ വല്ലതും കണ്ടാൽ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ബോധർ ചെയ്താൽ മതി. ഇതാണ് ഒരു എന്താണ് വിരക്ത ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സമീപനം. അല്ലാതെ രാജാവിൻ്റെ ആ സമീപനം ഇവിടെ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള അങ്ങനെ നമ്മൾ ഏതൊരു വ്യക്തിയെ നമ്മൾ അറിയാൻ പോകുന്നത് അസംഗോഹം അയം പുരുഷ എന്നുള്ള അസംഗഃ ഹി അയം പുരുഷ അസംഗോ ഹി അയം പുരുഷ. അസംഗനായ പുരുഷനെയാണ് നമ്മൾ അറിയുന്നത്. അതാണ് ബൃഹദാരണ്യകോശത്തിൽ പറയുന്നത് അനന്വാഗതസ്തേന ഭവത്യസംഗോ ഹി അയം പുരുഷ. ഈ അവസ്ഥകളോടൊന്നും ചർച്ചയില്ലാത്തത് കൊണ്ട് ഈ ആത്മാവ് അസംഗനാകുന്നു. ഏതവസ്ഥകളോട്? അതായത് നമ്മളിവിടെ പറയുന്നത് ഇവിടെ ഈ ജീവാത്മാവിനെ കുറിച്ചാണല്ലോ ഇപ്പം പരാമർശിച്ചുകൊണ്ടിരുന്നത്, വിജ്ഞാനമയൻ എന്ന പേരിൽ. അപ്പോൾ ഈ വിജ്ഞാനമയനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് എത്തിയത് ഇതിലാണ്. ഈ പുരുഷൻ, അതായത് ജാഗ്രതഭിമാനിയായ പുരുഷൻ ജാഗ്രത അവസ്ഥയോട് സംഘമില്ലാത്തവനാകുന്നു. സ്വപ്നാഭിമാനിയായ പുരുഷൻ സ്വപ്നാവസ്ഥയോട് സംഘമില്ലാത്തവനാകുന്നു. സുഷുപ്തി അഭിമാനിയായ പുരുഷൻ സുഷുപ്തി അവസ്ഥയോടും സംഘമില്ലാത്തവനാകുന്നു. അങ്ങനെ പറയുമ്പോൾ
മൂന്നവസ്ഥകളോടും സംഘമില്ലാത്തവൻ മൂന്നവസ്ഥകളിൽ നിന്നും സ്വതന്ത്രനായിട്ടുള്ളവനാണ്. അല്ലാതെ ഒരിക്കലും അവന് പാരതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നില്ല. അവൻ ബദ്ധനല്ല എന്ന്. അപ്പോൾ സ്വതന്ത്രനെയാണ് നമ്മളിവിടെ കണ്ടെത്തുന്നത്. വിചാരത്തിൽ നമ്മൾ കണ്ടെത്തുന്നത്, നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ജാഗ്രത അവസ്ഥയോടും സ്വപ്നാവസ്ഥയോടും തമ്മിലുള്ള വിവേചനങ്ങളൊന്നും, വിവേകപൂർണമായ വിവേചനങ്ങൾ നമ്മൾ നടത്താത്തത് കാരണം, വിചാരം നമ്മൾ നടത്താത്തത് കാരണം ബദ്ധോയം ബദ്ധോഹം ഇങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബദ്ധോയം ജീവഃ ബദ്ധോഹം പുരുഷഃ അഹം ബദ്ധ പുരുഷ, ഇപ്രകാരമൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം പറയുന്നത് അസംഗോഹം അസംഗോയം എന്ന് പറയും. അസംഗോയം ജീവഃ എന്ന്. ഇപ്പോൾ ഈ ജീവൻ അസംഗനാണ്, സംഘമില്ലാത്തവനാണ്. സംഘമില്ലാത്തവൻ ബദ്ധനല്ല എന്നാണ്. ബദ്ധനായവൻ മാത്രമേ, സംഘത്താലാണ് ബദ്ധനാകുന്നത്. സംഘമില്ലെങ്കിൽ സ്വതന്ത്രനാണ്. അപ്പം സ്വതന്ത്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സോപാധികനായ സ്വതന്ത്ര പുരുഷൻ എന്ന് പറയാൻ സാധ്യമല്ല. ഞാൻ ഉപാധിയോടും കൂടിയിരിക്കുന്നു, ഞാൻ സ്വതന്ത്രനുമാണ്, അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. ഉപാധിയോടുകൂടിയിരിക്കുന്നവൻ സ്വതന്ത്രനല്ല. അപ്പം നിരുപാധികന് മാത്രമേ, ഉപാധി ഇല്ലാത്തവന് മാത്രമേ സ്വതന്ത്രനാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിരുപാധികനായിട്ടുള്ളവനെ മാത്രമേ അസംഗൻ എന്ന് പറയാൻ, സംഘരഹിതൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ ഈ ഉപദേശത്തിൻ്റെ അന്ത്യത്തിൽ നമ്മളെ എത്തിച്ചേർക്കുന്ന ഇടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ജനക മഹാരാജാവിനോട് യാജ്ഞവൽക്യ മഹർഷി കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത്, ഈ പുരുഷനെ അസംഗനായിട്ട് തിരിച്ചറിയൂ എന്നാണ്. സംഘനായിട്ടാണ് പുരുഷനെ വിവേകമില്ലാതെ നമ്മൾ അറിയുന്നത്. സംഘരഹിതനായിട്ട് വിവേകത്തോടുകൂടി ഈ പുരുഷനെ തിരിച്ചറിഞ്ഞാൽ സംഘരഹിതനായിട്ട് തന്നെ നമ്മൾ ആ പുരുഷനെ അഹമായിട്ട് അറിയുന്നു. ഇത്രയുള്ള സംഭവം. സംഘരഹിതനായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ? പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാഗ്രതത്തിലാവട്ടെ സ്വപ്നത്തിലാവട്ടെ സുഷുപ്തിയിലൂടെ ഈ വ്യക്തി വീണ്ടും കടന്നു പോയാൽ സംഘരാഹിത്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് സുഷുപ്തി നമുക്ക് ഒരു പ്രശ്നമല്ല, സ്വപ്നം നമുക്ക് കൈവെക്കാൻ പറ്റത്തുമില്ല. ആകെക്കൂടെ നമ്മുടെ പ്രശ്നം ജാഗ്രത മാത്രമാണ്. സ്വപ്നം കൈവെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ച് തീരുകയേ നിവൃത്തിയുള്ളൂ എന്നർത്ഥം. അതായത് സ്വപ്നം ഏതൊരുവൻ കണ്ടാലും, സ്വപ്നം കാണുന്നവനെ കുറിച്ച് പറയുന്നുള്ളൂ, സ്വപ്നം ഏതൊരുവന് കണ്ടാലും അവന് ജാഗ്രത അഭിമാനിയായിട്ടിരുന്നു കൊണ്ട് സ്വപ്നം കാണാൻ സാധ്യമല്ലാത്തതിനാൽ വിവേകം സ്വപ്നത്തിൽ നടത്താൻ പറ്റത്തില്ല. നമുക്ക് ജാഗ്രതയിലാണല്ലോ നമ്മുടെ വിചാരത്തിലും പ്രവൃത്തിയിലും നമുക്ക് വിവേകം കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പം വിവേകം കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സ്ഥിതി, അതായത് അയാൾക്ക് ഈ ജാഗ്രത അഭിമാനിക്കും, അത് ബുദ്ധിക്ക് നടത്താം. നമുക്ക് ബുദ്ധിക്ക് വിവേകം കൊണ്ട് പ്രയോഗിക്കാൻ സാധ്യമല്ലാത്ത തരത്തിലുള്ള ഒന്നാണ് നമ്മുടെ സ്വപ്നം. അവിടെ സ്വപ്നത്തിൽ അതിനാൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവിടെ, അതുകൊണ്ടാണല്ലോ ഈ കുറ്റവും ശിക്ഷയും ഇല്ലാത്തൊരിടമാണ്. നമ്മൾ സ്വപ്നത്തിൽ ആരെങ്കിലും കുത്തി കൊന്നാൽ അതൊരു പിറ്റേ ദിവസം ഉടൻ തന്നെ ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ പാതകം ചെയ്തല്ലോ, മഹാപാപം ചെയ്തല്ലോ, ഞാൻ എന്നെ തന്നെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്തേക്കാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞിട്ട് നമ്മളവിടെ പറയുകയാണ് ഞാൻ ഒരാളെ കുത്തി കൊന്നിട്ടാണ് വന്നത്. അപ്പോൾ എന്നിട്ട് കഥ മുഴുവൻ അവർ കേട്ടതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് പറഞ്ഞാൽ ആംബുലൻസ് വരുത്തിയിട്ട് അതിൽ നമ്മളെ വേറെ സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകും. അപ്പോൾ അവർക്കറിയാം ഇത് ഇവിടെ നിൽക്കുന്ന കേസല്ല എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കർത്തൃത്വാഭിമാനം ഭോക്തൃത്വാഭിമാനം സുഷുപ്തിയിൽ ഇല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്, പക്ഷേ അത് ഇതുമായിട്ട് ബന്ധമില്ല, അത് പുരുഷനുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ അതെല്ലായിടത്തും അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവിടെ അസംഗത്വമുണ്ട്. ജാഗ്രതത്തിലെ ആണ് നമ്മുടെ ആകെക്കൂടെയുള്ളൊരു പ്രശ്നം. അപ്പോൾ ജാഗ്രതത്തിലെ പ്രശ്നമാണ് നമുക്ക് ഈ ആത്മവിചാരത്തിലൂടെ പരിഹരിക്കുന്നത്. ജാഗ്രതത്തിലെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നീട് മനസ്സിൻ്റെ ഈ ആത്മവിചാരത്തിൻ്റെ ദൃഢത വരും. ആത്മവിചാരത്തിൻ്റെ ദൃഢത എന്ന് പറയുന്നത് അസംഗത്വത്തിൻ്റെ ദൃഢത. അസംഗോഹം എന്നുള്ളത് നമ്മൾ അറിയുന്നു, പക്ഷേ മനസ്സിൻ്റെ സ്ഥിരത ഈ അസംഗോഹ ജ്ഞാനത്തിനനുസരിച്ചിട്ട് മനസ്സിൻ്റെ വിചാരങ്ങളിൽ നമുക്ക് അവിടെ ഒരു പക്വത വരാനുണ്ട്. അപ്പം ഈ ആ ഒരു പക്വത വരാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് നമ്മൾ ഈ വെള്ളം നമുക്ക് ഈ പാത്രം ചരിച്ച് പിടിച്ചിട്ട്, അതായത് സിലിണ്ടർ പോലെയുള്ള ചെറിയൊരു പാത്രം
ചരിച്ച് പിടിച്ചിട്ട് ആ ഭാഗം മാത്രം തീയിൽ കാണിച്ചു കഴിഞ്ഞാൽ മുകളിലത്തെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കും. താഴത്തെ ഭാഗത്ത് നമുക്ക് ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്സിൽ നമുക്ക് പിടിക്കാം, ഗ്ലാസ് അല്ലെങ്കിൽ നമുക്ക് അതേമാതിരി കുറച്ച് നീണ്ടതാണ് ആണെങ്കിൽ അത് നമുക്ക് പിടിക്കാം. അവൻ പിടിച്ചു കഴിഞ്ഞാൽ താഴത്തെ തണുപ്പ് അങ്ങനെ തന്നെ നിൽക്കും, മുകളിൽ വെള്ളം തിളച്ചും കൊണ്ടിരിക്കും. ഇതേമാതിരി നമ്മൾ ഈ ആത്മവിചാരം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ മനസ്സ് ആ സമയത്ത് നമ്മൾ സർവതന്ത്ര വിമുക്തനായിട്ടും നിർമുക്തം നിത്യമുക്തം ആയിട്ടൊക്കെ നമുക്ക് ഈ തിളച്ച വെള്ളം പോലെ നമ്മൾ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായിട്ടൊക്കെ ഇരിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഈ തീയുടെ അടിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട, തീയുടെ കൈയും പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഗ്ലാസ് ഒന്ന് നേരെ വെച്ച് കഴിഞ്ഞാൽ പഴയ മാതിരി തന്നെ എല്ലായിടവും ഒരേപോലെ ചൂട് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിചാരങ്ങളെല്ലാം മാറുന്നു. ഇതിനെയാണ് അപ്പം നമ്മൾ പറയുന്നത്, ഞാൻ ധ്യാനിക്കുമ്പോൾ, ഈ ഗ്രന്ഥമൊക്കെ വായിക്കുമ്പോൾ, വിചാരം ചെയ്യുമ്പോൾ ഞാൻ വളരെ ക്ലിയറാണ്. പിന്നെ അത് മാറിക്കഴിയുമ്പോൾ പിന്നെ ഈ വ്യവഹാരത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ എൻ്റെ തലയിൽ കൂടെ കയറി മറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കണം ഗ്ലാസ് ചരിച്ച് പിടിച്ച് ചൂടാക്കിയതുപോലേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം പിന്നെ എവിടെ നിന്ന് എന്താണ് അടിയിന്നേ ചൂട് കൊടുക്കുക എന്നുള്ളതാണ്. അടിയിൽ നിന്ന് ചൂടെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പം നമ്മൾ ധ്യാനിക്കുമ്പോൾ പെട്ടെന്ന് തിളയ്ക്കും എന്ന് പറഞ്ഞാൽ ചരിച്ച് പിടിച്ച് തിളപ്പിക്കലാണ്. അടിയിന്ന് ചൂട് പിടിപ്പിച്ച് വരുമ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് മനനം ചെയ്ത് വിചാരം ചെയ്ത് ആവർത്തനം, ഇതാണ് നമ്മൾ പുനഃ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് അന്നേരം നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഭാഗത്തും ഒരേമാതിരി തന്നെ ഈ ആത്മവിചാരത്തിൻ്റെ ഒരു വ്യാപ്തി ഉണ്ടാകും. മനസ്സിൻ്റെ എല്ലാ ഭാഗത്തും എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് നഷ്ടപ്പെടാത്തതായിട്ട് വിവേകം നിൽക്കുന്നു. ആത്മാനാത്മ വിവേക വിചാരം നമുക്ക് നഷ്ടപ്പെടാത്തതായിട്ട് നമുക്കത് തുടർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എല്ലായിടത്തും ഒരുപോലെ ചൂട് കിട്ടുന്ന തരത്തിലുള്ള ചൂടുകളോട് കൂടിയിട്ട് നിൽക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ സമാനമായിട്ട് വരും. അപ്പം അതിൻ്റെ പരമകാഷ്ഠയിൽ പിന്നെ ഇങ്ങനെ ചൂടിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഷ്ഠ എത്തിക്കഴിഞ്ഞാൽ വെള്ളം മൊത്തമായിട്ട് ഒന്നാകെ തിളയ്ക്കുന്നു. അന്നേരം നമുക്ക് അടിയിൽ പണ്ടത്തെ മാതിരി ഗ്ലാസ് പിടിച്ചിട്ട് ഇവിടെ തണുപ്പില്ല എന്ന് പറയാൻ, ഇവിടെ ചൂടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അന്നേരം മൊത്തത്തിലാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് മഹാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിലരെ കാണുമ്പോൾ പറയുമല്ലോ മൊത്തത്തിൽ മഹാത്മാവ് എന്ന് പറയും. മൊത്തത്തിൽ മഹാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു യൂണിവേഴ്സൽ മഹാത്മാവാണ്. നമ്മൾ ജഗദ്ഗുരു എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നമ്മൾ ഇദ്ദേഹത്തിന് പിന്നെ ഇദ്ദേഹത്തിന് നമ്മൾ പൂജിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ശങ്കരാചാര്യന്മാർ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അവർ ഇത് കാണിക്കും. ഒരു രീതി അങ്ങനെയാണ്. ശങ്കരാചാര്യന്മാരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എപ്പോഴും പറഞ്ഞാൽ ഒരു വ്യവഹാരവും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. അങ്ങനത്തെ ഒരു വ്യവഹാരം ഇല്ലാത്ത ലൈഫ് സ്റ്റൈൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ മാത്രമേ അത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് അതിൻ്റെ സ്വഭാവം കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യവഹാരത്തിലും പെടാത്ത തരത്തിലുള്ള നമ്മളൊരു സ്ഥിതി അവിടെ വരുത്തണം. ആ ഒരു സ്ഥിതി വരുത്തി കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഗ്രഹങ്ങളെ ശുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർത്തുന്നത്. കാരണം നമുക്ക് ഈ വ്യവഹാരത്തിൽ സ്പർശം ഉണ്ടായിക്കഴിഞ്ഞാൽ അശുദ്ധം ഉണ്ടാകുന്നു എന്നുള്ളത് വ്യവഹാരത്തിൽ കാണുന്നതാണ്. ഞാൻ പറഞ്ഞത് ജാതി സ്പർശമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന പൊടിയുണ്ടല്ലോ, നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ലെന്നുണ്ടെങ്കിലും നമ്മുടെ വിരലടയാളം അവിടെ പതിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണ്ടേ. അതുകൊണ്ടാണല്ലോ നമ്മൾ പുറത്തുനിന്ന് കാണത്തില്ല, പക്ഷേ ഇവർ വന്നിട്ട് പൊടിയിട്ട് നോക്കിയിട്ട് ഈ പ്രിൻ്റ് എടുത്തുകൊണ്ട് പോകുന്നു, ഫിംഗർ പ്രിൻ്റ് എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് സ്പർശം എന്ന് പറയുന്നത്. അപ്പം സ്പർശിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒന്നും പറ്റാത്തതായിട്ട് ദേവനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ശുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് പരിപാടികളും കൊണ്ട് വന്നത്. സങ്കല്പമൊക്കെ നല്ലതാണ്, പക്ഷേ ഈ വിവരം കേട് കാരണം എവിടെയാണ് ഈ പാളിപ്പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാവരും ഒരുപോലെ ജ്ഞാനമുണ്ടവരാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തവർക്ക് ജ്ഞാനമുണ്ട്, പിന്നെ കൊണ്ടു നടന്നവരുടെ ജ്ഞാനം എന്ന് പറയുന്നത് മുകളിലത്തെ തിളച്ച വെള്ളം മാതിരിയായിപ്പോയി. അതാണ് പറ്റിപ്പോയതാണ്. ഈ ഇതുണ്ടല്ല, വേഷഭൂഷാദികളോടുകൂടി പൂജിക്കാനിരിക്കുമ്പോൾ ശുദ്ധ സാത്വികരാണ്. പൂജ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം പറയാൻ തുടങ്ങും, വായി കേൾക്കാൻ കൊള്ളാത്ത കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്.
അനന്വാഗതം പുണ്യേന അനന്വാഗതം പാപേന തീർണോ ഹി തഥാ സർവാൻ ശോകാൻ ഹൃദയസ്യ ഭവതി. ബൃഹദാരണ്യകം 4:3-22. പുണ്യത്തോടും പാപത്തോടും സംബന്ധമില്ലാത്തവനാകയാൽ ഹൃദയത്തിനുള്ള സകല ദുഃഖങ്ങളെയും കടന്നിരിക്കുന്നവനുമാകുന്നു എന്ന് യാജ്ഞവൽക്യൻ പറയുന്നു എന്ന്. അനന്വാഗതം പുണ്യേന അനന്വാഗതം പാപേന തീർണോഹി. അതായത് പുണ്യത്തോടും പാപത്തോടും ബന്ധമില്ലാത്തവനായിട്ട് പാപേന തീർണോഹി തഥാ എന്ന് സർവപാപങ്ങളെയും അതിക്രമിച്ചവനായിട്ട് സർവാൻ ശോകാൻ തീർണഹ എല്ലാ ശോകങ്ങളെയും അതിക്രമിച്ചവനായിട്ട് ആര് മാറി? ഹൃദയസ്യ. ഈ ഹൃദയത്തിലുള്ള എല്ലാ ശോകങ്ങളെയും അതിക്രമിച്ചവനായിട്ട് യാജ്ഞവൽക്യൻ മാറി ഈ ജ്ഞാനോപദേശത്തിനാൽ. ഹൃദയത്തിലുള്ള എല്ലാ ശോകവും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടുപോകുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് കിട്ടാതെ പോകുന്നു, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമ്മളെ ആരെങ്കിലും തോൽപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. അപ്പം തോൽപ്പിക്കുന്നതിൻ്റെ പല പല മാർഗങ്ങളാണ്. നമ്മളെ ആൾക്കാർ വിട്ടിട്ട് പോവുക, നമ്മൾ നഷ്ടക്കച്ചവടം ഉണ്ടാവുക, നമുക്ക് ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ജോലി കിട്ടാതിരിക്കുക. അവിടെയെല്ലാം നമ്മുടെ ലാഭം ലാഭം നഷ്ടം എന്ന് പറയുന്നത് ഇതിലാണ് നമ്മുടെ പോക്ക്. അത് ലാഭമാണെന്നുണ്ടെങ്കിൽ ശുഭം ലാഭം എന്നുള്ള ശുഭലാഭ് നമ്മൾ കാണുമല്ലോ ഈ ഗണപതിയുടെ വിഗ്രഹത്തിൻ്റെ അടുത്തും വലത്തും ശുഭലാഭം. അപ്പം ശുഭമാവണമെങ്കിൽ ലാഭം ഉണ്ടാവണം, ലാഭമില്ലെങ്കിൽ പിന്നെ എന്ത് ശുഭം എന്നുള്ളത്. സർവ്വതും ഞാൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് ആത്മലാഭത്തിന് വേണ്ടിയിട്ട്, അവിടെ ഒരു വാക്കാണില്ല ആത്മലാഭം, ഈശ്വര ലാഭത്തിന് വേണ്ടിയിട്ട്. അപ്പം ഈശ്വരനെ ലാഭം, നമ്മളവിടെ ലാഭം, പിന്നെ ലാഭം വിട്ട് കളിയേ ഇല്ല. അപ്പോൾ ഈ ലാഭമാണ് നമുക്ക് സുഖവും ദുഃഖവും നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് വ്യവഹാരത്തിൽ. അതുകൊണ്ടാണ് ഇപ്പം സ്നേഹം ഉണ്ടായി, സ്നേഹത്തിന് ആളിനെ കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹമായിട്ട് തുടക്കത്തിൽ നമുക്ക് സ്നേഹം വന്നതോടുകൂടിയിട്ട് നമുക്ക് തോന്നും വലിയ എന്തോ സംഭവിച്ചു എന്നുള്ളത്. ആ സ്നേഹം എന്ന് പറയുന്നത് ലാഭം ആയിട്ടോ നഷ്ടമായിട്ടോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹമൊക്കെ കാണിച്ച് പക്ഷേ എന്ന് പറഞ്ഞോടുകൂടിയിട്ടാണ് പിന്നെ നഷ്ടമായി. അപ്പം സ്നേഹവും നഷ്ടവും കൂടെ വന്നു കഴിഞ്ഞാൽ ഏത് ശോഭിക്കുമെന്നാണ്? നഷ്ടമേ ശോഭിക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ സ്നേഹമൊക്കെ ദുഃഖം എന്നുള്ളതിലേക്ക് മാറുന്നു. പിന്നെ സ്നേഹമില്ലായ്മയും നമുക്ക് ലാഭവും കൂടെ വന്നു തിരിച്ചു. സ്നേഹമില്ലായ്മയും ലാഭവും ആണെന്നുണ്ടെങ്കിലും അത് ഒരു ദുഃഖം എന്നുള്ളതിലേക്ക് വരത്തില്ല. ലാഭത്തിൽ കിടക്കുന്നു, സ്നേഹമില്ല എന്നുള്ളത് വരുന്നു. ലാഭമായത് കാരണം അതൊരു സുഖം എന്നതിലേക്ക് മാറുന്നു. ലാഭത്തെ എപ്പോഴും സുഖത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പം സുഖമുണ്ട്, സ്നേഹമില്ലാത്ത ഒരു സുഖം എന്ന് നമ്മൾ അവിടെ പറയുന്നു. പക്ഷെ സ്നേഹമില്ലാത്ത സുഖം എന്ന് പറഞ്ഞാൽ സുഖത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ സുഖം എന്ന് പറയുന്നത് കാലം ചെല്ലും തോറും ഈ സുഖം നമുക്ക് വിട്ടുപിരിയാൻ പറ്റാത്ത ഒന്നായിട്ട് മാറും. കാരണം സുഖത്തെയാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. സുഖത്തെ ഇഷ്ടപ്പെടുന്നത് കാരണം പിന്നെ അതിൽ അവിടെ നമുക്ക് സ്നേഹം എന്നുള്ളതിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ ലാഭം എന്നുള്ളത് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ദുഃഖമാണ്, ലാഭം എന്ന് പറയുന്നത് നമുക്ക് സുഖമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഓരോ വർഷവും നമ്മൾ ഈ ആനിവേഴ്സറി ആഘോഷിക്കുമല്ലോ. ഇതുണ്ടല്ലോ ഓരോ നമ്മുടെ ജന്മദിന ആഘോഷം, അത് ലാഭമാണ്. ഒരു വർഷവും കൂടി ലഭിച്ചു, ലാഭത്തെ നമ്മൾ ആഘോഷിക്കും. നമ്മൾ വർഷാവസാനം ബോണസ് എന്ന് പറഞ്ഞ് കൊടുക്കുമല്ലോ, പുതുവർഷത്തെ നമ്മൾ വരവേൽക്കുമല്ലോ. കാരണം കഴിഞ്ഞ വർഷം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടി, അതുകൊണ്ടാണ് അതിൻ്റെ ലാഭമാണ് അവിടെ ആഘോഷിക്കുന്നത്. ഇത് ആഘോഷിക്കാൻ ഞാനുണ്ട് എന്നുള്ളതാണ്, അതാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. അതുപോലെ വിവാഹ വാർഷികം ആഘോഷിക്കുന്നത്. വിവാഹ വാർഷികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കഴിയാൻ ഇത്രയും കാലം പറ്റി, അതുകൊണ്ട് ആഘോഷമാണ്. അപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാലോ വിട്ടുപിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മരിച്ചു പോകുന്നു, അല്ല എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതോടുകൂടി വിവാഹ വാർഷികത്തിൻ്റെ ആഘോഷം വരുന്നു. അപ്പം പിന്നെ ലാഭം എന്ന് പറയാനില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്. പരീക്ഷയ്ക്ക് ജയിച്ചു തോറ്റ ഒരാൾക്ക് നമ്മൾ പാർട്ടി കൊടുക്കാറില്ലല്ലോ, അതൊന്നും ലാഭം എന്ന് പറയുന്നത്. ഇപ്പം അത് മാറി. വ്യവഹാരം വ്യവഹാരത്തിൽ തോറ്റതിനും പാർട്ടി കൊടുക്കുന്ന തരത്തിലുണ്ട്. മകൻ തോറ്റതുകൊണ്ട് ഞാൻ പിള്ളേരെല്ലാം വിളിച്ച് പാർട്ടി കൊടുത്തു. ഞാനൊരു ഉത്തേജനം കൊടുക്കാൻ അടുത്ത പ്രാവശ്യം വീണ്ടും നന്നായിട്ട് എഴുതാൻ എന്നുള്ളത്. പക്ഷെ അതിപ്പോൾ സംഭവിക്കുന്നുണ്ട്.
അവൻ പുണ്യത്തെയും പാപത്തെയും അവൻ അതിക്രമിക്കുന്നു. നമ്മളിവിടുത്തെ ചർച്ചാ വിഷയം ബ്രഹ്മജ്ഞാനിയാണ്. അതുകൊണ്ട് ഈ ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപമാണ്. ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത് ഇവിടെ അസംഖനാണ്. ഈ അസംഖാത്മാവാണ് ബ്രഹ്മം. ഇത് തിരിച്ചറിയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സ്വയം പറയാൻ സാധിക്കുന്നത്, ഞാൻ പുണ്യത്തെയും പാപത്തെയും അതിക്രമിച്ചിട്ട് ശോകരഹിതനായി എന്ന്. എന്തിനാണ് ഈ പുണ്യത്തെയും പാപത്തെയും അതിക്രമിച്ചിട്ട് ശോകരഹിതനായി? നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്നതിന് നമുക്കൊരു ദുഃഖമായിട്ട് മാറും. അങ്ങനത്തെയാണ് വ്യവഹാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വ്യവഹാരം നമുക്ക് ഈ സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ടേ കൊണ്ട് തരത്തുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മളുടെ അസംഗത്വം മാത്രമാണ് പൂർണ്ണ സുഖപ്രാപ്തിക്കുള്ള ഒരു മാർഗം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം ഇവിടെ ഈ വാക്യത്തിൽ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ അസംഗ പുരുഷനെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പോകുന്ന ആ വാക്യത്തിൽ ഒരു പ്രയോഗമുണ്ട്, സർവസ്യ വശി സർവസ്യ ഈശാനഹ സർവസ്യാധിപതി, ഇപ്രകാരം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ സർവസ്യ വശി എല്ലാത്തിനെയും വശീകരിച്ച് നിർത്തുന്നവനും, സർവസ്യ ഈശാനഹ എല്ലാത്തിനെയും ഭരിക്കുന്നവനും, സർവസ്യാധിപതി എല്ലാത്തിൻ്റെയും അധിപതിയായിട്ടുള്ളവൻ. അപ്പോൾ ഇവിടെയാണ് പതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഇവിടെ ബദ്ധനായ ജീവനെ പറയാൻ, നമ്മൾ വിജ്ഞാനമയൻ എന്ന് പറഞ്ഞൊരു ശബ്ദം പ്രയോഗിച്ചല്ലോ, ആ വിജ്ഞാനമയൻ ബദ്ധനായ ജീവനെ സൂചിപ്പിക്കുന്ന വിജ്ഞാനമയനെ പതി ശബ്ദം കൊണ്ട് പറയുക സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ ഈ പതി ശബ്ദം ആരെ സൂചിപ്പിക്കണം? അത് സൂചിപ്പിക്കേണ്ട സാക്ഷാൽ പരമേശ്വരനെ തന്നെ സൂചിപ്പിക്കണം. പരമേശ്വരൻ എന്ന് പറയുന്നതും ബ്രഹ്മം എന്ന് പറയുന്നു, ആത്മാ എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെ. അതുകൊണ്ട് അടുത്ത സൂത്രം പറയാണ്, പത്യാദി ശബ്ദേഭ്യ, പതി തുടങ്ങിയിട്ടുള്ള ശബ്ദങ്ങളാൽ നമുക്ക്, അപ്പം എന്താണ് എടുക്കേണ്ടത്? വാക്യശേഷത്തിൽ പതി മുതലായ ശബ്ദങ്ങൾ കാണുന്നത് കൊണ്ടും അസംസാരിയായ ആത്മാവിനെ പ്രതിപാദിക്കുന്നു എന്ന് തന്നെ ഗ്രഹിക്കണം എന്ന്. അതായത് ഈ വാക്യശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബൃഹദാരണ്യത്തിൽ ഈ ചർച്ച എടുക്കുന്ന ഭാഗമുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വരുന്ന ശബ്ദമാണിത്. സർവസ്യ വശി, സർവസ്യ ഈശാനഹ, സർവസ്യ അധിപതി എന്നൊക്കെ കാണുമല്ലോ. അതാണ് പത്തി. സർവസ്യ അധിപതി എന്ന് പറയുന്നത് ഈ പതി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പതി തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഉള്ളതിനാലും അവിടെ ബദ്ധനായ ജീവൻ എടുക്കരുത്, പകരം ഈശ്വരായിട്ട് തന്നെ എടുക്കണം. സന സാധുനാ കർമ്മണാ ഭൂയാൻ നോ യേവ അസാധുനാ കനീയാൻ. അപ്പോൾ ഈ സർവസ്യ അധിപതിയായിട്ടുള്ളവൻ ഇപ്പോൾ എവിടെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് അന്യസ്യ ഈശ്വരസ്യ സാക്ഷാത്കാര എന്ന് പറയുന്നത് അസംഭവ്യമേവ എന്നുള്ളത്. അന്യനായ ഈശ്വരനെ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന് നമ്മൾ ഈശ്വരനെ കുറിച്ചാണ് പറയുന്നത്, ദേവതയെക്കുറിച്ചല്ല. അന്യനായിട്ടുള്ള ദേവതയെ നമുക്ക് ദർശിക്കാം. ആ ദർശനം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് ഋഷി ആയിട്ട് നമ്മൾ എടുക്കുക. ഋഷിക്ക് ദർശിക്കാം, വ്യക്തിക്ക് ദർശിക്കുക എന്നുള്ളത് വിട്ട് ഋഷി ദർശിക്കുന്നു. ഋഷി ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ തപസ്സി ദർശിക്കുന്നു, നമ്മൾ പുരാണങ്ങളെ വെച്ചുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ അതേപോലെ ഇവിടെ ഈശ്വര ദർശനം അന്യമായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് എന്താണ് ഇവിടെ ഈശ്വരനെന്നും ഈ ജീവനെന്നും തമ്മിലുള്ള അഭേദത്വമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജീവാത്മാ എന്ന നിലയിൽ ആത്മാവിനെ ആദ്യം പ്രസൻറ്റ് ചെയ്യുന്നു, പിന്നീട് ആ ആത്മാ തന്നെയാണ് പരമാത്മാ എന്ന് വിചാരത്തിലൂടെ നമ്മൾക്ക് കാട്ടിത്തരുന്നു. ഇതാണ് അതിൻ്റെ പ്രോസസ്സ് പോയിരിക്കുന്നത്. അപ്പോൾ ആ പരമാത്മാവിനെയാണ് അവിടെ ഈശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നതും, അല്ലാതെ അധിപതി എന്ന ശബ്ദത്താൽ ആ പരമാത്മാവിനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരമാത്മാവിൽ നിന്നും കുറച്ച് താഴെയായിട്ട് അധിപതി നിൽക്കുന്നു, അതിനും താഴെയായിട്ട് അവ്യക്തം തുടങ്ങിയ അല്ലെങ്കിൽ മൂലപ്രകൃതി തുടങ്ങിയിട്ടുള്ള നിൽക്കുന്നു, അതിലും താഴെയായിട്ട് ജീവാത്മാ നിൽക്കുന്നു. ഇങ്ങനെയൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റെപ്പുകളും തരംതിരിക്കലും ഒക്കെ പിന്നീട് വന്ന പല ഈ സാംഖ്യ സിദ്ധാന്തത്തിനെയൊക്കെ ആസ്പദമാക്കിയിട്ട് ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ചൊക്കെ പല വിധത്തിൽ ചിന്ത ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ്. നമ്മൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്താൽ മതി. സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
ഈ വിജ്ഞാനമയനെ കുറിച്ചായിരുന്നല്ലോ ചർച്ചാ വിഷയം. അതെ, ഈ വിജ്ഞാനമയനെ ഇപ്പോൾ അവസാനം നമ്മൾ അസംഖ പുരുഷനായിട്ടാണ് കണ്ടിരിക്കുന്നത്. അസംഖ പുരുഷനായിട്ട് ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ അത് പരമാത്മാ തന്നെയാണ്. സിമ്പിൾ. പരമാത്മാ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈശ എന്ന് പറയുന്നത്, ഈശൻ എന്ന് പറയുന്നതും അധിപതി എന്ന് പറയുന്നതും പരമാത്മാവിനെയാണ്. അതുകൊണ്ടാണ് പത്യാദി ശബ്ദേഭ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവൻ, ഈ ആത്മാവ് സത്കർമ്മത്താൽ ഉന്നതനെന്നോ, പ്രധാനമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, നമ്മളുടെ പുണ്യം ഇങ്ങോട്ട് നമ്മൾ നേടുന്നു, പാപം നേടുന്നു. ആരെ? മഹാത്മാവിൽ നിന്നും ആരുടെയെങ്കിലും പോയിട്ട് നമസ്കരിച്ച് കഴിഞ്ഞാൽ പുണ്യം നേടുന്നു, പാപം നേടുന്നു എന്നുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ. ആ സങ്കല്പത്തിന് മറുപടി അവിടെ കൊടുത്തു. ഇനി ഇതിനേക്കാളും കുറച്ചുകൂടെ കടന്നിട്ട് നമ്മൾ ഇങ്ങനെയും കൂടെ ഒരു വാക്യം ഇവിടെ കേൾക്കുകയാണ്. ഈ ആത്മാ, അതായത് ഈ ആത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം അജ്ഞാനിയായിട്ടുള്ള ആത്മാവായാലും ജ്ഞാനിയായിട്ടുള്ള ആത്മാവായാലും ആത്മാവ് ഒന്നല്ലേ ഉള്ളൂ. ആ ആത്മാ, അവൻ അജ്ഞാനിയാവട്ടെ ജ്ഞാനിയാവട്ടെ, ആ ആത്മാ സത്കർമ്മത്താൽ ഉന്നതനെന്നോ, സത്കർമ്മം ചെയ്തു അതുകൊണ്ട് ശ്രേഷ്ഠനെന്നോ, അസത്കർമ്മത്താൽ താണവനെന്നോ, അവനിപ്പം ചെയ്യുന്നത് ചണ്ഡകർമ്മങ്ങൾ ചെയ്തിടുന്നവൻ എന്നുള്ള, ചണ്ഡകർമ്മം എന്ന് പറഞ്ഞാൽ നീചകർമ്മം എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെയാണ് ചണ്ടാളൻ എന്നുള്ള പദം വന്നത്. നീചകർമ്മം ചെയ്യുന്നവൻ എന്നുള്ള, നീചത്വം അതൊക്കെ കൽപ്പിതമാണ്. സമൂഹത്തിനെ ഇഷ്ടപ്പെടാത്ത, സമൂഹം കൂട്ടത്തില്ല, അത്രയുള്ള അതിനെ ചണ്ടത്വം നീചത്വം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. മറ്റുള്ളവരാണ് എല്ലാവരും കൂടി രണ്ടുപേരിയ്ക്കുമ്പോഴാണല്ലോ ഇതിനകത്ത് ഉച്ചനീചത്വങ്ങളുടെ പ്രശ്നം വരുന്നത്. സത്കർമ്മവും ദുഷ്കർമ്മവും എന്നൊക്കെ പറയുന്നത് രണ്ടുപേരെ ഉള്ളപ്പോഴാണ്. രണ്ടുപേരെന്ന് പറയുമ്പോൾ അവനവൻ ഇരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് മറ്റുള്ളവരും കൂടെ ബാധിക്കും. അതേമാതിരിയാണ് അവിടെ പോകുന്നത്. വേറൊന്നും വേണ്ട. ഇപ്പം നമ്മളിപ്പം മരിച്ചു കിടക്കാമെന്ന് വിചാരിച്ചു, മരിച്ചു കിടന്നു കഴിഞ്ഞാൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ജോലി കൊടുക്കലല്ലേ, അതിന് മറവ് ചെയ്യുക എന്നുള്ളത്. പിന്നെ കുറച്ച് പോലീസുകാർക്ക് ജോലി കൊടുത്തു, പിന്നെ നാട്ടുകാർക്ക് ജോലി കൊടുത്തു, പിന്നെ പത്രക്കാർക്ക് ജോലി കൊടുത്തു, ഇങ്ങനെ പല ആൾക്കാർക്ക് ജോലി കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മൾ സ്വതന്ത്രമായിട്ട് ഞാൻ ആരും അറിയാതെ മരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലും പ്രയാസമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനായിട്ട് വല്ല ആരും അറിയാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അല്ലാതെ സമൂഹത്തിൽ നിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നമ്മളൊന്ന് റോഡിൽ വീണ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പണിയാണ് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ ആർക്ക് എപ്പോഴാണ് നമ്മൾ പണി കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു ബന്ധം, അതാണ് നമ്മളിവിടെ അറിയേണ്ടത്. അല്ലാതെ നമ്മൾ ജനസ്വതന്ത്രനാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് കാര്യമൊന്നുമില്ല. എന്ന് തൊത്തോന്ന് പറഞ്ഞ് വീഴുമ്പോഴാണ് ഡോക്ടേഴ്സിന് പണി കിട്ടും. എത്ര പേർക്കാണ്. അതാണ് ഒരുപാട് പേര്, അവരൊക്കെ കഷ്ടപ്പെട്ട് നമ്മളെ ജീവൻ തിരിച്ച് കൊണ്ടുവന്നിട്ട് ശരീരത്തിലാക്കി നമ്മളെ ഫിറ്റാക്കി തിരിച്ചു വരുമ്പോൾ പിന്നെ നമ്മൾ പഴയ മാതിരി തന്നെ. തല്ലിനുമീതെ പരമൊന്നുമില്ലെന്ന് എല്ലാവരോടും കുതറി വാവേശിയും സമിതി പിന്നെയും അതേമാതിരി നടക്കും. മറ്റേത് വീണ് കിടക്കുന്നു, ചത്ത് കിടക്കുന്നു, പാവം ശിവശിവ എന്ന് പറയുന്ന പോലെ, ചത്തുപോയല്ലോ പാവം ശിവശിവ എന്ന് പറയുന്ന പോലെ വീണ് കിടക്കുമ്പോൾ അങ്ങനെയും കിടക്കും. ഇതൊക്കെയാണ് ലീല എന്ന് പറയുന്നത്. നമ്മൾ ഭഗവാന്റെ ലീല എന്ന് പറയുന്നത്, ഭഗവാൻ ഈ അധിപതി എന്ന് പറയുന്നത് ഈ ജീവാത്മാവിൻ്റെ ആണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവാത്മാ എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അസംഗനായിട്ട് നിന്നുള്ളാകുമ്പോൾ അത് തന്നെയാണല്ലോ അധിപതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലീല എന്ന് പറയുന്നത്. ഭഗവാന്റെ ലീല, നമ്മൾക്ക് ഈ സ്തംഭം പിളർത്തി പുറത്തോട്ട് വരുന്നത് ഭഗവാന്റെ ലീല, ഇവിടെ നെഞ്ചത്തിടിച്ച് നിലവിളിക്കുന്നത് നമ്മുടെ ലീല. ഇത്രയുള്ളതിൻ്റെ വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ലീലയിലാണ് നിൽക്കുന്നത്. ഇതാണ്. ഇതോടുകൂടിയിട്ട് ഈ 1-ാം അധ്യായത്തിലെ 3-ാം പാദം അവസാനിച്ചു. ഇനിയുള്ളത് 4-ാം പാദമാണ്. ആനുമാനികാധികരണം തുടങ്ങിയിട്ടുള്ളത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി.